എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അയ്യൻ മഠ ഗുഹയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാനുണ്ട് ഗുഹയിലേക്ക്. റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗുഹ ഇവിടെ ഉണ്ട് എന്ന് അറിയത്തില്ല. പിന്നെ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യം ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ ഒരു തോട്ടിക്കൂടെ വെള്ളമൊഴുകി വന്ന് ഗുഹയായതാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങി വരുന്നത് ശരിക്കും ഒരു തോടാണ്. അപ്പോൾ ഈ കാണുന്ന ഗുഹയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പാലക്കയംതട്ടിനടുത്താണ്. ഇതാണ് ഈ ഗുഹയുടെ എൻട്രൻസ് കാഴ്ച. മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിലിങ്ങനെ വെള്ളം ഒഴുകി ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി ഇരച്ച് കയറുന്നത് കാണാൻ കഴിയും. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. വരുമ്പോൾ എന്തായാലും ഒരു ടോർച്ച് കൊണ്ടുവരണമെങ്കിൽ ഇത് കാണാൻ കഴിയുള്ളൂ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെ വെള്ളം ഒഴുകുന്നുണ്ടാവും. ലൈറ്റ് ഇല്ലെങ്കിൽ ഇതിനകത്ത് കയറി എത്തിപ്പെട്ടാൽ ഒന്നും കാണിയല്ല. കൂരാക്കൂരി ഇരുട്ടാണ്. മറ്റു ഗുഹകളിൽ എന്തെങ്കിലും ഒന്ന് കാണാം എന്ന് കരുതാം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നും കാണിയല്ല, കൂരാക്കൂരി ഇരുട്ടാണ്. ഇത് വലിയൊരു ഗുഹയൊന്നുമല്ല, ചെറിയ കാഴ്ച. പാലക്കയമൊക്കെ വരുമ്പോൾ വന്ന് കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. ആദ്യം നമ്മൾ കയറി വരുന്ന ഹൈറ്റൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്തോറും ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരും ഈ ഗുഹ. ഇവിടെ കഷ്ടി കുനിഞ്ഞ് വേണം കയറി ഉള്ളിലേക്ക് പോവാൻ. ഈ ഗുഹയ്ക്കകത്ത് ഏതൊരു സന്യാസി പണ്ട് തപസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനൊരു ചരിത്രം കൂടെ ആൾക്കാരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അതിലെത്രമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല, കേട്ടുകേഴ്വിയാണ്. ഇവിടെ ഇരിക്കാനും പറ്റിയല്ല, നടക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. വലിയ കഷ്ടി ഇങ്ങോട്ടേക്ക് കയറി പോകാം എന്നേ ഉള്ളൂ. നല്ല വവ്വാലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, നോക്കാം. ഇത് കണ്ടോ, വവ്വാലും കുഞ്ഞുങ്ങൾ എന്തോരാന്ന് നോക്കിയാൽ തൂങ്ങിക്കിടക്കുന്നത്. ഇതിനുള്ളിൽ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷേ ശ്വാസം മുട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഓവർ ഉള്ളിലേക്ക് പോകാതിരിക്കുമായിരിക്കും നല്ലത്. ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ കാണുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. പോകാൻ വേണമെങ്കിൽ, പക്ഷേ പോകുന്നില്ല, കാരണം നല്ല ശ്വാസതടസ്സമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നു. ഇതുകൊണ്ടോ നല്ല വവ്വാൽക്കൂട്ടങ്ങളാണ് ഇവിടെ. നമ്മളിപ്പുറത്തെ ലൈറ്റ് അടിച്ചപ്പം ഇതിനുള്ളിലേക്ക് കയറിയതാണ് കേട്ടോ ഇതുങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് പോകാൻ ഇടയില്ലാത്തത് കൊണ്ട് അവർ തിരിച്ച് നമ്മുടെ നേരെ പറക്കുന്നതാണ്. പിന്നെ അവരെ അധികം നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഇനി നമുക്ക് വന്നതുപോലെ തന്നെ ഇതൊന്ന് വയ്യെ തിരിച്ചിറങ്ങാം. നമ്മൾ പോയ മറ്റ് ഗുഹകളിലെ പോലെ അല്ല കേട്ടോ ഇവിടെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഗുഹയ്ക്കുള്ളിൽ തന്നെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഗുഹയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഒറ്റയ്ക്കൊന്നും ഈ ഗുഹയ്ക്കകത്തേക്ക് വരരുത്, കാരണം ഒരു ശ്വാസതടസ്സം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാനൊന്നും പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ആരെയൊക്കെ കൂട്ടി വേണം ഇവിടെ വരാനും സന്ദർശിക്കുവാനും. ഇന്നത്തെ കാഴ്ചയും ഇന്നത്തെ വിശേഷങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ്, ജെറി.